ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2026 ലോഗോസ് ക്വിസ് പരീക്ഷയുടെ പഠനഭാഗമായ ഗലാത്തിയാക്കാരുടെ ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട 150 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആമുഖത്തിലെ ചോദ്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗലാത്തിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആധുനിക തുർക്കിയിലെ. 2, എവിടെ വെച്ചാണ് പൗലോസ് ഗലാത്തിയയിലെ സഭകൾക്കുള്ള ലേഖനം എഴുതിയത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്? ഉത്തരം എഫേസോസിലോ മക്കതോനിയയിലോ വച്ച്. 3, ഏത് കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത്? ഉത്തരം AD 53-നും 58-നും ഇടയ്ക്ക്. 4, ഗലാത്തിയയിലെ സഭയിൽ എത്തരത്തിലുള്ള വിശ്വാസികളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്? ഉത്തരം യഹൂദേതര ക്രിസ്ത്യാനികൾ. 5, ആരാണ് പൗലോസിന്റെ അധികാരത്തെ തന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്? ഉത്തരം യഹൂദാചാരവാദികൾ. 6, തൻ്റെ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പൗലോസ്ലീഹ എന്തിനുള്ള തെളിവുകളാണ് നിരത്തുന്നത്? ഉത്തരം തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള തെളിവുകൾ. 7, തൻ്റെ അപ്പസ്തോലത്വം ലഭിച്ചിരിക്കുന്നത് ആര് മുഖേനയാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവപിതാവും മുഖേന. 8, പൗലോസിന് ലഭിച്ചിരിക്കുന്ന അപ്പസ്തോലത്വം ആര് മുഖേന അല്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം മനുഷ്യൻ മുഖേന അല്ല. 9, യേശുക്രിസ്തുവും അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച പിതാവ് മുഖേനയും പൗലോസിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം എന്താണ്? ഉത്തരം അപ്പസ്തോല സ്ഥാനം. 10, ഗലാത്തിയക്കാർക്കുള്ള ലേഖനം ആരൊക്കെ കൂടിയാണ് എഴുതിയത്? ഉത്തരം അപ്പസ്തോലനായ പൗലോസും കൂടെയുള്ള എല്ലാ സഹോദരരും ചേർന്നു. 11, പൗലോസ് ഗലാത്തിയയിലെ സഭകൾക്ക് ആശംസിക്കുന്നത് എന്താണ്? ഉത്തരം കൃപയും സമാധാനവും. 12, ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത് ആരുടെ അഭീഷ്ടമനുസരിച്ചിട്ടാണ്? ഉത്തരം പിതാവായ ദൈവത്തിൻ്റെ. 13, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് ക്രിസ്തു എന്താണ് ചെയ്തത്? ഉത്തരം അവിടുന്ന് തന്നെ ബലിയർപ്പിച്ചു. 14, പൗലോസ് ഗലാത്തിയയിലെ സഭകളെക്കുറിച്ച് ആശ്ചര്യപ്പെടുന്നത് എന്തിനാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് വിളിച്ചവനെ ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്തതിനാൽ. 15, ഗലാത്തിയയിലെ സഭയിൽ ചിലർ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചത്? ഉത്തരം ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും. 16, പൗലോസ് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ശപിക്കപ്പെട്ടവനാകും. 17, അവൻ ശപിക്കപ്പെട്ടവൻ ആകട്ടെ എന്ന് പൗലോസ് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? ഉത്തരം പൗലോസ് പ്രസംഗിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരെ കുറിച്ച്. 18,
പൗലോസ് ക്രിസ്തുവിൻ്റെ ദാസനായി തീർന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഉത്തരം: മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിക്കുന്നതുകൊണ്ട്. 19. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ പൗലോസ് ആരാകുമായിരുന്നില്ല? ഉത്തരം: ക്രിസ്തുവിൻ്റെ ദാസൻ ആകുമായിരുന്നില്ല. 20. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം എവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. 21. പൗലോസിൻ്റെ പഴയ ജീവിതം ഏത് മതത്തിലായിരുന്നു? ഉത്തരം: യഹൂദ മതത്തിൽ. 22. പൗലോസ് ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് എപ്പോഴായിരുന്നു? ഉത്തരം: യഹൂദ മതത്തിൽ ആയിരുന്നപ്പോൾ. 23. പൗലോസിൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരേക്കാൾ എന്ത് കാര്യത്തിലാണ് പൗലോസ് മുൻപന്തിയിൽ ആയിരുന്നത്? ഉത്തരം: യഹൂദമത കാര്യങ്ങളിൽ. 24. ദൈവം പൗലോസിനെ പ്രത്യേകം തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? ഉത്തരം: മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. 25. ദൈവം പൗലോസിനെ തൻ്റെ കൃപയാൽ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഉത്തരം: അവിടുത്തെ പുത്രനെ പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. 26. ക്രിസ്തുവിൻ്റെ സുവിശേഷം പൗലോസിന് വെളിപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആദ്യം പോയത് എങ്ങോട്ടാണ്? ഉത്തരം: അറേബ്യയിലേക്ക്. 27. അറേബ്യയിലേക്ക് പോയ പൗലോസ് തിരിച്ചു വന്നത് എങ്ങോട്ടാണ്? ഉത്തരം: ദമാസ്കസിലേക്ക്. 28. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ദമാസ്കസിൽ നിന്നും ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം: 3 വർഷങ്ങൾക്ക് ശേഷം. 29. പൗലോസ് ദമാസ്കസിൽ നിന്നും ജെറുസലേമിലേക്ക് പോയത് ആരെ കാണാനായിരുന്നു? ഉത്തരം: കേപ്പായെ കാണുന്നതിന്. 30. ജെറുസലേമിൽ പൗലോസ് കേപ്പായോടൊപ്പം എത്ര ദിവസമാണ് താമസിച്ചത്? ഉത്തരം: 15 ദിവസം. 31. കേപ്പായെ കൂടാതെ ഏത് അപ്പസ്തോലനെയാണ് ജെറുസലേമിൽ വച്ച് പൗലോസ് കണ്ടത്? ഉത്തരം: യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ. 32. ഗലാത്യക്കാർക്ക് എഴുതുന്ന കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് സാക്ഷി ആരെന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം: ദൈവം. 33. പൗലോസ് ജെറുസലേമിലേക്ക് വീണ്ടും പോയത് എത്ര വർഷത്തിന് ശേഷമാണ്? ഉത്തരം: 14 വർഷങ്ങൾക്ക് ശേഷം. 34. 14 വർഷങ്ങൾക്ക് ശേഷം ജെറുസലേമിലേക്ക് പോയ പൗലോസിനോടൊപ്പം ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: ബാർനബാസും തീത്തോസും. 35. എന്തനുസരിച്ചായിരുന്നു പൗലോസ് ബാർനബാസിനോടൊപ്പം ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം: വെളിപാട് അനുസരിച്ച്. 36. എന്തിനു വേണ്ടിയായിരുന്നു ഒരു വെളിപാട് അനുസരിച്ച് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? ഉത്തരം: വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ സ്വകാര്യമായിട്ട് അവതരിപ്പിക്കുന്നതിന്. 37. പൗലോസ് വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിൽ ആരുടെ മുമ്പിലാണ് അവതരിപ്പിച്ചത്? ഉത്തരം: അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ. 38. പൗലോസിനൊപ്പം ഉണ്ടായിരുന്ന തീത്തോസ് എവിടത്തുകാരനായിരുന്നു? ഉത്തരം: ഗ്രീക്കുകാരൻ ആയിരുന്നു. 39. തീത്തോസ് എന്തിനു വേണ്ടിയാണ് പരിച്ഛേദനം ചെയ്യപ്പെടാത്തത്?
ഉത്തരം തീത്തോസ് ഗ്രീക്കുകാരനായതിനാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന്. 40 വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി എന്ത് ചെയ്യാനാണ് ശ്രമിച്ചത്? ഉത്തരം അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്. 41 പൗലോസ് വ്യാജ സഹോദരന്മാരുടെ ചൂഷണത്തിന് വശംവദനാകാതിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം സുവിശേഷത്തിൻ്റെ സത്യം നിലനിർത്തുന്നതിന് വേണ്ടി. 42 പത്രോസിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം ആർക്ക് വേണ്ടിയുള്ളതാണ്? ഉത്തരം പരിച്ഛേദിതർക്ക് വേണ്ടിയുള്ളത്. 43 പത്രോസിനും പൗലോസിനും ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യം തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരുന്നത്? ഉത്തരം പത്രോസിന് പരിച്ഛേദിതർക്കുള്ള സുവിശേഷവും പൗലോസിന് അപരിച്ഛേദിതർക്കുള്ള സുവിശേഷവും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. 44 പൗലോസിനും ബാർനബാസിനും തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിയത് ആരൊക്കെയായിരുന്നു? ഉത്തരം യാക്കോബ്, കേഫ, യോഹന്നാൻ. 45 സഭയിൽ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ്? ഉത്തരം യാക്കോബ്, കേഫ, യോഹന്നാൻ. 46 നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ പൗലോസിനും ബാർനബാസിനും തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിയതിൻ്റെ കാരണം എന്തായിരുന്നു? ഉത്തരം ദൈവത്തിൻ്റെ കൃപ പൗലോസിന് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ടതിനാൽ. 47 വിജാതീയരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ച പൗലോസിനോട് യാക്കോബ്, കേഫ, യോഹന്നാൻ എന്നിവർ കൊടുത്ത ഒരു അഭ്യർത്ഥന എന്തായിരുന്നു? ഉത്തരം പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. 48 എന്തുകൊണ്ടാണ് കേഫ അന്ത്യോക്യായിൽ വന്നപ്പോൾ പൗലോസ് കേഫായെ മുഖത്ത് നോക്കി എതിർത്തത്? ഉത്തരം അവനിൽ കുറ്റം കണ്ടതുകൊണ്ട്. 49 വിജാതീയരോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന പത്രോസ് പിന്നീട് എന്തുകൊണ്ടാണ് പിന്മാറിയത്? ഉത്തരം യാക്കോബിൻ്റെ അടുത്ത് നിന്നും വന്ന പരിച്ഛേദിതരെ ഭയന്നതുകൊണ്ട്. 50 ബാർനബാസ് പോലും വഴിതെറ്റിക്കപ്പെടാൻ കാരണം എന്തായിരുന്നു? ഉത്തരം പത്രോസിൻ്റെയും യഹൂദന്മാരുടെയും കപടമായ പെരുമാറ്റത്താൽ. 51 നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതീയരിലെ പാപികളായിട്ടല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം പൗലോസ്. 52 ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. 53 ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്തിലൂടെ അല്ല എന്നാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ അല്ല. 54 നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടി. 55 ദൈവത്തിനായി ജീവിക്കുന്നതിന് പൗലോസ് എന്താണ് ചെയ്തത്? ഉത്തരം നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. 56 എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ആരാണ് നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി എന്ന് പറയുന്നത്? ഉത്തരം പൗലോസ്. 57 പൗലോസ് തൻ്റെ ഐഹിക ജീവിതം എങ്ങനെയുള്ളതാണ് എന്നാണ് പറയുന്നത്? ഉത്തരം ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. 58
പൂരിപ്പിക്കാനുള്ളതാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ഡാഷ് എന്നിൽ ജീവിക്കുന്നത്. ഉത്തരം ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. 59. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ഗലാത്തിയ 2:20. 60. രക്ഷയും നീതിയും എന്തിനാലാണ് ലഭിക്കുന്നത്? ഉത്തരം ദൈവകൃപയാൽ. 61. ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ എന്താണ് പൗലോസ് നിരാകരിക്കാതിരിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ കൃപ. 62. ദൈവകൃപയെ പൗലോസ് നിരാകരിക്കില്ലെന്ന് പറയുന്നത് എന്തിനാണ്? ഉത്തരം രക്ഷയും നീതിയും ദൈവകൃപയാൽ മാത്രമേ ലഭിക്കൂ. 63. നിയമത്തിലൂടെ നീതി കൈവരുന്നുവെങ്കിൽ നീതീകരണം ഇല്ലാതിരിക്കുന്നത് എന്തിനായിരിക്കും? ഉത്തരം ക്രിസ്തുവിൻ്റെ മരണത്തിന്. 64. പൗലോസ്ലീഹ എങ്ങനെയാണ് 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഗലാത്തിയക്കാരെ അഭിസംബോധന ചെയ്തത്? ഉത്തരം ഭോഷന്മാരായ ഗലാത്തിയക്കാരെ. 65. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ഗലാത്തിയ 3:3. 66. ദൈവത്തെ വിശ്വസിച്ചത് അബ്രാഹത്തിന് എന്തായിട്ടാണ് പരിഗണിക്കപ്പെട്ടത്? ഉത്തരം നീതിയായിട്ട്. 67. വിജാതീയരെ എന്ത് വഴിയാണ് ദൈവം നീതീകരിക്കുന്നത്? ഉത്തരം വിശ്വാസം വഴി. 68. വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത അറിയിച്ചത് ആരെയാണ്? ഉത്തരം അബ്രാഹത്തെ. 69. ആരാണ് വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നത്? ഉത്തരം വിശ്വാസമുള്ളവർ. 70. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്നവർ എന്തിന് വിധേയരാണ്? ഉത്തരം ശാപത്തിന് വിധേയരാണ്. 71. ഒരുവനും ദൈവസന്നിധിയിൽ എന്തുവഴി നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം നിയമം വഴി. 72. നീതിമാൻ എന്തുവഴിയാണ് ജീവിക്കുന്നത്? ഉത്തരം വിശ്വാസം വഴി. 73. മരത്തിൽ തൂക്കപ്പെടുന്നവർ ഡാഷ്. ഉത്തരം ശപിക്കപ്പെട്ടവനാണ്. മരത്തിൽ തൂക്കപ്പെടുന്നവർ ശപിക്കപ്പെട്ടവരാണ്. 74. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ആര് വഴിയാണ് വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടത്? ഉത്തരം യേശുക്രിസ്തു വഴി. 75. ആത്മാവിൻ്റെ വാഗ്ദാനം എന്തുവഴിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്? ഉത്തരം വിശ്വാസം വഴി. 76. ആർക്കെല്ലാമാണ് വാഗ്ദാനങ്ങൾ ലഭിച്ചത്? ഉത്തരം അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ട്. 77. പാരമ്പര്യാവകാശം ദൈവം അബ്രാഹത്തിന് നൽകിയത് എന്തു വഴിയാണ്? ഉത്തരം വാഗ്ദാനം വഴി. 78. നിയമം നൽകപ്പെട്ടത് എന്ത് നിമിത്തമാണ്? ഉത്തരം പാപങ്ങൾ നിമിത്തം. 79. നിയമം വിളംബരം ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? ഉത്തരം
മധ്യവർത്തിയിലൂടെ. 80. നിയമം വിളംബരം ചെയ്യപ്പെട്ടത് ആര് വഴിയാണ്? ഉത്തരം ദൈവദൂതന്മാർ വഴി. 81. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ. പക്ഷേ ദൈവത്തിന് മധ്യവർത്തി വേണ്ടാത്തതിൻ്റെ കാരണം എന്താണ്? ഉത്തരം ദൈവം ഏകനാണ്. 82. എന്തുകൊണ്ടാണ് എല്ലാവരും പാപത്തിന് അതീതനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്. 83. വിശ്വാസം വെളിപ്പെടുത്തുന്നതുവരെ നമ്മൾ എപ്രകാരമാണ് കഴിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്? ഉത്തരം നിയന്ത്രണാധീനരായി. 84. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിൻ്റെ കാവലിലായിരുന്നു? ഉത്തരം നിയമത്തിൻ്റെ കാവലിൽ. 85. നിയമം നമ്മുടെ പാലകരായിരുന്നത് എപ്പോൾ വരെയാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. 86. നമ്മൾ നിയമപാലകന് അധീനരല്ലാതായത് എപ്പോഴാണ്? ഉത്തരം വിശ്വാസം സമാഗതമായപ്പോൾ. 87. എന്തുവഴിയാണ് നമ്മൾ ദൈവപുത്രന്മാരാവുന്നത്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. 88. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ഗലാത്തിയ 3:27. 89. നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഉത്തരം അബ്രാഹത്തിൻ്റെ സന്തതികൾ. 90. പിന്തുടർച്ചാവകാശി ആരിൽ നിന്നും വിഭിന്നനല്ല? ഉത്തരം അടിമയിൽ നിന്നും. 91. പിന്തുടർച്ചാവകാശി എത്ര കാലമാണ് അടിമയിൽ നിന്നും വിഭിന്നൻ അല്ലാത്തത്? ഉത്തരം ബാലനായിരിക്കുന്നിടത്തോളം കാലം. 92. ബാലനായ പിന്തുടർച്ചാവകാശി ആര് നിശ്ചയിച്ച കാലാവധി വരെയാണ് രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിൽ ആയിരിക്കുന്നത്? ഉത്തരം പിതാവ്. 93. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ആർക്കാണ് അടിമപ്പെട്ടിരുന്നത്? ഉത്തരം പ്രകൃതിയുടെ ശക്തികൾക്ക്. 94. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ഉത്തരം ദൈവം തൻ്റെ പുത്രനെ അയച്ചു. 95. ദൈവപുത്രൻ എന്തിന് അധീനനായിട്ടാണ് ജനിച്ചത്? ഉത്തരം നിയമത്തിന് അധീനനായിട്ട്. 96. എന്തിനാണ് ദൈവപുത്രൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കിയത്? ഉത്തരം നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. 97. എന്തുകൊണ്ടാണ് നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്? ഉത്തരം നമ്മൾ മക്കളായതുകൊണ്ട്. 98. ആബാ പിതാവേ എന്ന് വിളിക്കാൻ ആരുടെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്? ഉത്തരം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. 99. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ ഡാഷ് ആണ്? ഉത്തരം പുത്രനാണ്. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രൻ ആണ്. 100. എന്നാണ് ഗലാത്തിയാക്കാർ ദൈവമല്ലാത്തവയെ സ്നേഹിച്ചത്? ഉത്തരം ദൈവത്തെ അറിയാതിരുന്ന അന്ന്. 101. ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് പൗലോസ് ചോദിക്കാൻ കാരണം എന്താണ്? ഉത്തരം നിങ്ങൾ ദൈവത്തെ അറിയുന്നു,
അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. 102 ഗലാത്തിയായിലെ സഹോദരങ്ങളോട് പൗലോസ്ലീഹ എന്താണ് അപേക്ഷിക്കുന്നത്? ഉത്തരം, നിങ്ങൾ എന്നെ പോലെ ആകുവിൻ എന്ന്. 103 പൗലോസ് ആദ്യമേ ഗലാത്തിയക്കാരോട് സുവിശേഷം പ്രസംഗിച്ചത് എപ്പോഴാണ്? ഉത്തരം, ശാരീരിക അസ്വാസ്ഥ്യം ഉള്ള അവസരത്തിൽ. 104 ഗലാത്തിയക്കാർ പൗലോസിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഉത്തരം, ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ സ്വീകരിച്ചു. 105 എന്ത് ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായോ എന്നാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്. ഉത്തരം, സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട്. 106 4:19 പൗലോസ് ഗലാത്തിയക്കാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ഉത്തരം, എൻ്റെ കുഞ്ഞുമക്കളെ എന്ന്. 107 ആരെക്കുറിച്ചാണ് പൗലോസ് അസ്വസ്ഥനാകുന്നത്? ഉത്തരം, ഗലാത്തിയക്കാരെ കുറിച്ച്. 108 ദാസിയുടെ പുത്രനും സ്വതന്ത്രയുടെ പുത്രനും എപ്രകാരമാണ് ജനിച്ചത്? ഉത്തരം, ദാസിയുടെ പുത്രൻ ശാരീരികതയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു. 109 ഹാഗാർ ആരാണ്? ഉത്തരം, അവൾ അറേബ്യയിലെ സീനായ് മലയാണ്. 110 സ്വതന്ത്രയായ സ്വർഗീയ ജെറുസലേം ആരാണ്? ഉത്തരം, അവളാണ് നമ്മുടെ അമ്മ. 111 അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യേ, നീ ആഹ്ലാദിക്കുക, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പു വിളിക്കുക. എന്തെന്നാൽ ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാനുള്ളത്. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം, ഗലാത്തിയ 4:27. 112 നമ്മൾ ആരെപ്പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, ഇസഹാക്കിനെ പോലെ. 113 ആരാണ് ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ പീഡിപ്പിച്ചത്? ഉത്തരം, ശാരീരിക രീതിയിൽ ജനിച്ചവൻ. 114 നമ്മൾ ആരുടെ മക്കളാണ് എന്നാണ് പൗലോസ്ലീഹ ഗലാത്തിയക്കാരോട് പറയുന്നത്? ഉത്തരം, ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് എന്ന്. ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടേതാണ് എന്ന്. 115 എന്തുകൊണ്ട് അടിമത്തത്തിൻ്റെ നുകത്തിന് വിധേയരാകരുത് എന്ന് പറയുന്നത്? ഉത്തരം, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചതുകൊണ്ട്. 116 എന്തിൻ്റെ നുകത്തിന് നിങ്ങൾ ഇനിയും വിധേയരാകരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, അടിമത്തത്തിൻ്റെ നുകത്തിന്. 117 ഗലാത്തിയക്കാർ എന്ത് ചെയ്യുന്നുവെങ്കിലാണ് ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ലെന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, പരിച്ഛേദനം ചെയ്യപ്പെടുന്നെങ്കിൽ. 118 പൗലോസ് പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഉറപ്പിച്ചു പറയുന്നത് എന്താണ്? ഉത്തരം, അവൻ നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ്. 119 ആരാണ് നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, പരിച്ഛേദനം സ്വീകരിക്കുന്നവർ. 120 ആരിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്നാണ് പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്? ഉത്തരം, പരിശുദ്ധാത്മാവിലൂടെ. 121 ആരിൽ വിശ്വസിക്കുന്നവർക്കാണ് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ലാത്തത്? ഉത്തരം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. 122 യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്താണ് സുപ്രധാനമായിട്ടുള്ളത്? ഉത്തരം, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം.
123 ആർക്കാണ് ശിക്ഷ ലഭിക്കുമെന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഗലാത്തിയക്കാരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവന്. 124 കുരിശിൻ്റെ പേരിൽ ഇടർച്ചയുണ്ടാകാൻ കാരണമെന്താണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം പൗലോസ് പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിക്കാത്തതിനാൽ. 125 പൂരിപ്പിക്കുവാനുള്ളതാണ്. സ്നേഹത്തോടുകൂടെ ഡാഷ് പോലെ പരസ്പരം സ്നേഹിക്കുവിൻ. ഉത്തരം ദാസരെ പോലെ. സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സ്നേഹിക്കുവിൻ. 126 സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഡാഷിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. ഉത്തരം ഭൗതിക സുഖത്തിനുള്ള. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. 127 നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഏത് കൽപ്പനയിലാണ്? ഉത്തരം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. 128 നിങ്ങൾ എങ്ങനെ പരസ്പരം നശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പൗലോസ്ലീഹ ഗലാത്തിയക്കാരെ ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത്. 129 എന്തിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച്. 130 ഒരിക്കലും തൃപ്തിപ്പെടുത്താതിരിക്കേണ്ടത് എന്തിനെയാണ്? ഉത്തരം ജഡമോഹങ്ങളെ. 131 ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എന്തിന് എതിരാണ്? ഉത്തരം ജഡത്തിന്. 132 എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നതെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ആത്മാവിൻ്റെ അഭിലാഷങ്ങളും ജഡമോഹങ്ങളും പരസ്പരം എതിർക്കുന്നത് മൂലം. 133 ഏതുതരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ് ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർ. 134 ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. എന്തിനെതിരായിട്ട്? ഉത്തരം ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് എതിരായിട്ട്. 135 ആരാണ് തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നത്? ഉത്തരം യേശുക്രിസ്തുവിനുള്ളവർ. 136 യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ഗലാത്തിയ 5:24. 137 നാം എങ്ങനെയുള്ളവരാകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ. 138 ഒരുവൻ തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അവനെ എങ്ങനെ വീണ്ടെടുക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സൗമ്യതയോടെ വീണ്ടെടുക്കാൻ. 139 എപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കേണ്ടത്? ഉത്തരം പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. 140 ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ ആരെ വഞ്ചിക്കുന്നു? ഉത്തരം തന്നെ തന്നെ. 141 നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാൻ ആവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അധ്യായവും വാക്യവും ഏത്? ഉത്തരം ഗലാത്തിയ 6:7. 142 ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്താണ്? ഉത്തരം നാശം. 143 ആത്മാവിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്താണ്? ഉത്തരം നിത്യജീവൻ.
144 നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ഗലാത്തിയ 6:9. 145 പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് ആരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ. 146 പരിച്ഛേദനം സ്വീകരിച്ചവർ പോലും നിയമം അനുസരിക്കുന്നില്ല. തിരികെ ഗലാത്തിയക്കാരും പരിച്ഛേദിതരായി കാണാൻ അത്തരക്കാർ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഉത്തരം അവരുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന്. 147 ആരെ പ്രതിയാണ് ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം യേശുക്രിസ്തുവിനെ പ്രതി. 148 എന്താണ് പരമപ്രധാനമായിട്ട് പൗലോസ്ലീഹ കരുതുന്നത്? ഉത്തരം പുതിയ സൃഷ്ടിയാവുക എന്നത്. 149 എന്തുകൊണ്ടാണ് ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പൗലോസ്ലീഹ പറഞ്ഞത്? ഉത്തരം ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നതിനാൽ. 150 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഡാഷ് നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഉത്തരം കൃപ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ചോദ്യങ്ങളാണ് ഗലാത്തിയ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നല്ലവണ്ണം പഠിക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.